السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാ ആളുകൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. നിരന്തരമായി ഹിമമി ഇസ്ലാമിക് TV എന്ന ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് വോയിസുകളിലും മറ്റുമായി ഒരുപാട് വിഷമങ്ങൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് വേദനകൾ മാത്രം പറയാൻ ജീവിതം ബാക്കിയായ ഒരുപാട് കുടുംബങ്ങൾ, ദിവസവും കരയാൻ മാത്രം വിധിക്കപ്പെട്ട കുടുംബങ്ങൾ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അള്ളാഹു എല്ലാ ആളുകളുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം നേടാൻ കഴിയും. ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പരിചയപ്പെടുത്തുന്നത് ഞാൻ മുമ്പും ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തതാണ്. ഉദ്ദേശ സഫലീകരണത്തിന്, പ്രത്യേകിച്ച് നമ്മെ അലട്ടുന്ന പ്രശ്നത്തിനുള്ള പരിഹാരത്തിന്, ആഗ്രഹിക്കുന്ന ഉദ്ദേശങ്ങൾ സഫലമായി കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാം എന്ന വിഷയത്തിൽ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തി ഒരുപാട് വലിയ ബറക്കത്തുകൾ നേടിയ ഒരുപാട് ആളുകൾ നമ്മോട് നേരിട്ട് വോയിസിൽ പറഞ്ഞിരുന്നു. ഇത് ഒട്ടേറെ ചൊല്ലിയിട്ട് പോലും ഒന്നിനും ഫലം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുമുണ്ട്. അത്തരക്കാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ആദ്യമായിട്ട് വിശ്വാസം ദൃഢമായിരിക്കുക. വിശ്വാസം ദൃഢമായിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ഈ കാര്യം ചെയ്തുകൊണ്ട് എനിക്ക് ഫലപ്രദമാകും എന്നുള്ള ഉറച്ച വിശ്വാസം, അതുണ്ടെങ്കിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകും. ഇവിടെ നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താനും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും ഒരുപാട് അനുഭവങ്ങൾ തന്ന് പരിചയപ്പെടുത്തുന്നത്. മറ്റൊന്നുമല്ല, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, ഓരോ ആളുകളും ചെയ്യുക. സുബഹി നിസ്കാരം നാം കൃത്യമായിട്ട് ഖളാ ആക്കാതെ സുബഹി നിസ്കരിക്കുക എല്ലാ ആളുകളും. ആ സുബഹി നിസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അത് വളരെ വലിയ പ്രാധാന്യമുള്ള നിസ്കാരമാണ്. അത് ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾക്ക് അന്നത്തെ ദിവസം ഒരിക്കലും വിഷമിക്കുന്ന ഒരു വാർത്ത കേൾക്കേണ്ടി വരില്ല. കൃത്യമായിട്ട് നിസ്കാരത്തിൽ ഖുശൂഅോടെ നിസ്കരിക്കുക. ആ സുന്നത്ത് നിസ്കാരത്തിന് ശേഷമാണ് 41 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ, 41 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ സുബഹി നിസ്കാര സുന്നത്തിന് ശേഷം നാം ഓതുക. ഈ 41 ഫാത്തിഹ കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ കഴിയുന്ന സൂറത്തുൽ ഫാത്തിഹ കൃത്യമായിട്ട് അക്ഷരശുദ്ധിയോടെ നാം ഓതുക. ഖുർആനിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഓതുക. ഈ 41 ഫാത്തിഹ ഓതിയതിനു ശേഷം ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്ത് സുബഹി നിസ്കരിക്കുക. ഇല്ലെങ്കിൽ ഫാത്തിഹ ഓതി സുബഹി നിസ്കാരം കഴിഞ്ഞ് കൈകൾ ഉയർത്തി റബ്ബിനോട് നാം എന്താണ് ആഗ്രഹിക്കുന്നത്, ഏത് പ്രശ്നത്തിനുള്ള പരിഹാരമാണ് ആഗ്രഹിക്കുന്നത്, റബ്ബിനോട് ചോദിക്കുക. ഇങ്ങനെ 7 ദിവസം ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും ജീവിതത്തിൽ തുടരുക. വളരെ വലിയ അത്ഭുതങ്ങൾ കാണുന്ന വല്ലാത്ത ഒരു പ്രതിവിധിയാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾ പരിഹാരം കണ്ടെത്തുക. ഏതൊരു പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും ആ വിഷയത്തിൽ തളരാതിരിക്കുക. റബ്ബ് കൂടെയുണ്ടെന്നുള്ള നല്ലൊരു വിശ്വാസത്തോടു കൂടെ മുമ്പോട്ട് പോവുക. ഒരുപാട് വോയിസുകൾ വരാറുണ്ട്. ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വോയിസുകൾ അയക്കുന്ന ആളുകൾ. മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ല, പ്രശ്നങ്ങൾ മാത്രം. ഇത്തരക്കാർ ആദ്യമായിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുക, അവനിലേക്ക് അടുക്കുക, ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. അള്ളാഹു എല്ലാ ആളുകളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു വിഷയവുമായി പുതിയൊരു എപ്പിസോഡിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട്
വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.